മാതാ അമൃതാനന്ദമയി ദേവിയുടെ പിറന്നാളാണ് നാളെ. അപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലോ. അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു വികാരമാണല്ലേ. അതെ, സ്വന്തം അമ്മയാവട്ടെ, അമൃതാനന്ദമയി ആവട്ടെ. അപ്പോൾ അമൃതാനന്ദമയി ദേവി എന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അമൃതാനന്ദമയി ഒരിക്കൽ പോലും താൻ ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? എപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അമ്മയെ എതിർക്കുന്നവർ പറയുന്നുണ്ട്, പിന്നെ ദൈവത്തിന് കോവിഡ് വന്നപ്പോൾ ദൈവം പുറത്തിറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. അമ്മ എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് താൻ ദൈവമാണെന്ന്? അമ്മ ഒരു സന്യാസ പരമ്പരയിലെ ഉദാത്തമായ ഒരു പദവിയിലെത്തിയ ആൾ. പക്ഷെ അമ്മയെക്കുറിച്ച് വല്ലാത്ത ആക്ഷേപമാണല്ലേ. കടപ്പുറം സുധാമണി എന്ന് വിളിക്കും. അതെ, സുധാമണി എന്നായിരുന്നു അമ്മയുടെ പേര്. സുധാമണി എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒരു സാധു പെൺകുട്ടി. ആ സാധു പെൺകുട്ടി ഇന്ന് ലോകം മുഴുവൻ ആരാധകരുള്ള, ലോകത്തിൻ്റെ 2 ധ്രുവങ്ങൾക്കിടയിൽ ഇതുപോലെ അറിയപ്പെടുന്നൊരു മലയാളി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ആരുമില്ല. പക്ഷേ അമ്മയെ വല്ലാതെ ഇകഴ്ത്തിക്കാട്ടാൻ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലെ ഒരു വലിയ മാധ്യമ പ്രവർത്തനം, ഇപ്പോൾ രാജ്യസഭയിലെ MP വിമാനം പിടിച്ചു പോയിട്ടുണ്ട് അമ്മയ്ക്കെതിരെ ആക്ഷേപം ചൊരിയുന്ന ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വിദ്വാൻ സ്വന്തം കുട്ടിയുടെ കല്യാണം വിപ്ലവ സിംഹം നടത്തിയത് മതാചാരപ്രകാരമാണ്. കാരണം ഇതൊരു വലിയ അതെടുത്ത് പറയാൻ കാരണം ഞാൻ ബിട്ടാസിനെ കുറിച്ചാണ് പറഞ്ഞത്. ബിട്ടാസാണ് കേരളത്തിൽ ബിട്ടാസിൻ്റെ ചാനൽ കൈരളി TV, മമ്മൂട്ടി ചെയർമാനായിട്ടുള്ള ചാനൽ. ആ ചാനൽ വളരെ നികൃഷ്ടമായ രീതിയിലാണ് മാതാ അമൃതാനന്ദമയി ദേവിയെ ആക്രമിച്ചത്. അപ്പോൾ അതിനുള്ള കാരണം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ നേരത്തെ ഈ വള്ളിക്കാവിനടുത്തല്ലേ സിനൂജ? അതെ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 6 കിലോമീറ്റർ ദൂരെയാണ്. ഒരു കൊച്ചു ഗ്രാമമാണ് അല്ലേ, ചുറ്റും കായലൊക്കെയുള്ള, കായലും കടലിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു ഐലൻഡ് ആണ് തോന്നുന്നു അല്ലേ, ഒരു ദ്വീപാണ്, ഒരു കൊച്ചു ഗ്രാമം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റേച്ചറൊക്കെ മാറിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? അവർ താമസിക്കുന്നിടത്തുനിന്ന് മാറും. ലോകപ്രശസ്തയായ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരുന്ന രാഷ്ട്രത്തലവന്മാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ആരാധിക്കുന്നവരാണ്. അങ്ങനെയുള്ള വലിയ വലിയ പദവികളിലിരിക്കുന്ന ആളുകൾ വന്ന് കാണുന്ന ഒരാൾ ആ ജനിച്ച സ്ഥലം വിട്ടെങ്ങും പോയിട്ടില്ല. അമ്മയുടെ അമ്മ താമസിക്കുന്നത് അവിടെ തന്നെയാണ്. സുധാമണി ആയിരുന്നപ്പോൾ താമസിച്ച അവിടെ തന്നെയാണ് മാതാ അമൃതാനന്ദമയി ദേവി ഇപ്പോഴും താമസിക്കുന്നത്. ഇനിയിപ്പോൾ മുമ്പൊരിക്കൽ ഒരു സന്യാസി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ എപ്പോഴാണ് ഉറങ്ങുന്നത്? അമ്മയെ ഞാൻ രാത്രി 12 മണിക്ക് ഉറങ്ങി നോക്കുമ്പോൾ അമ്മ അതിലേ നടക്കുന്നുണ്ട്. ഞാൻ 2 മണിക്ക് ഉണർന്ന് നോക്കിയ ദിവസങ്ങളിലും അമ്മ അതിലേ നടക്കുന്നുണ്ട്. പുലർച്ചെ 4 മണിക്ക് ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴും അമ്മ അതിലേ നടക്കുന്നുണ്ട്. അമ്മ എപ്പോഴാണ് ഉറങ്ങുന്നത്? അമ്മ എപ്പോൾ ഉറങ്ങുന്നു ആർക്കും അറിയില്ല. പക്ഷേ അമ്മ ഉണർന്നിരിക്കുന്നുണ്ട്. എപ്പോഴാണ്? അമ്മയുടെ മക്കൾക്ക് വേണ്ടി എന്നത് ഒരു സംശയവുമില്ല. ഒരു AI വെച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഒരു പഠനം നടത്തി. കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് അമ്മ മക്കളെ കണ്ടാൽ, എല്ലാ മക്കളെയും അങ്ങനെയല്ല, അമ്മമാരെന്ത് ചെയ്യും? ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഒരുപാട് നാളിന് ശേഷം അമ്മ ഒന്ന് ചേർത്ത് പിടിക്കും. അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കും, മക്കളെ ഒന്ന് വിളിക്കും. അങ്ങനെ അമ്മ ഇതുവരെ ചുരുങ്ങിയത് 40 ലക്ഷം പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 40 ലക്ഷം പേരെ, 1/2 കോടി ആളുകളെ ചേർത്ത് പിടിച്ച്, മാതൃഭാവത്തിൽ ചേർത്ത് പിടിച്ച് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളുമൊക്കെ ആവാഹിച്ചെടുത്ത് അവർക്കൊരു പുതിയ വെളിച്ചം പകർന്ന് അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ അമ്മയെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അത് പറയുന്നതിന് മുമ്പ് അമ്മയുടെ രഹസ്യങ്ങൾ പറയാം. അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പത്രക്കുറിപ്പ്, ഞങ്ങൾ ഓരോ വർഷവും, ഞങ്ങൾ ഈ വർഷം ഇത്ര കാര്യങ്ങൾ ചെയ്തു, ഇത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ചിലർ പറയുന്നുണ്ട്, ഇവിടെ ഇന്ത്യയിൽ ഈ വിദേശ ധനസഹായം കിട്ടുന്ന ഏജൻസികളെയൊക്കെ കേന്ദ്ര സർക്കാർ ഞെരുക്കി. അമ്മയുടെ മഠത്തിനെ മാത്രം ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഇഷ്ടംപോലെ കാശ് വന്നങ്ങ് കുമിഞ്ഞു കൂടുകയാണ്. അതേടാ, കാശ് വന്ന് കുമിഞ്ഞു കൂടുന്നുണ്ട്. ഇങ്ങനെ പറയുന്നവരോട് എട എന്ന് വിളിച്ച് തന്നെ ഞാൻ പറയും. പക്ഷേ ആ പൈസ എങ്ങോട്ട് പോകുമെന്നറിയാമോ? ഞാനൊരു കണക്ക് പറയാം. ഒരു രഹസ്യമാണേ, അമ്മ പറഞ്ഞിട്ടുള്ളതല്ല. ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായി 2001. 75 മില്യൺ ആണ് ദുരിതാശ്വാസത്തിന് വേണ്ടി ചെലവഴിച്ചത്. ഇനിയോ 2004 സുനാമി, കത്രീന കൊടുങ്കാറ്റ്, 2005 ഗുജറാത്ത് പ്രളയം, 2008 ബീഹാർ പ്രളയം, 2009 ആല കൊടുങ്കാറ്റ്, 2010 ഹെയ്ത്തി ഭൂകമ്പം, 2011 നൊക്കോക്കു സുനാമി ഭൂകമ്പം, 2013 വടക്കേ ഇന്ത്യയിലെ പ്രളയം, 2013 ഹഹിയാൻ ചുഴലിക്കാറ്റ്, 2014 പാകിസ്ഥാനിലും ഇന്ത്യയിലും ഉണ്ടായ പ്രളയം, 2015 നേപ്പാളിലെ ഭൂകമ്പം, 2015 ദക്ഷിണേന്ത്യയിലുണ്ടായ പ്രളയം, 2016 പുറ്റിങ്ങലിലെ വെടിക്കെട്ട് അപകടം, 2017 ചുഴലിക്കാറ്റ് ഓഖി അടക്കമുള്ള മരിയ ചുഴലിക്കാറ്റുകൾ, 2018 കേരളത്തിലെ പ്രളയം.
വലിയ ദുരന്തങ്ങളാണ്. ഞാൻ ഈ 2004 മുതൽ നടന്ന വലിയ ദുരന്തങ്ങൾ, ഈ ദുരന്തങ്ങളൊക്കെ നടന്നപ്പോൾ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം സംഭാവനകളായിട്ട് നൽകിയത് ആരാന്നറിയോ? മാതാ അമൃതാനന്ദമയി മഠ, ഐക്യരാഷ്ട്രസഭയല്ല. കേരളത്തിലെ സന്നദ്ധ രംഗത്ത് ഞങ്ങളാണ് അശരണരുടെയും ആതുരരുടെയും ഒക്കെ കണ്ണീരൊപ്പുന്ന ആളുകൾ ഞങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കണ്ണീരൊപ്പുന്നതുകൊണ്ട് ഞങ്ങളുടെ മതത്തിലേക്ക് ആളുകൾ വന്നാൽ നിങ്ങൾക്കെന്താ എന്ന് ചോദിക്കുന്ന ചില കൂട്ടരുണ്ട്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായല്ലോ. അവരിൽ എത്ര പേരുടെ കോൺട്രിബ്യൂഷൻ രാജ്യത്തും സംസ്ഥാനത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ സഹായഹസ്തവുമായി അമൃതാനന്ദമയി മഠം വന്നതുപോലെ ഉണ്ടായിരുന്നു. ഒരു അന്താരാഷ്ട്ര ഏജൻസി പ്രവർത്തിക്കുന്നത് പോലെയാണ് അവിടെയൊക്കെ സേവന മേഖലയിൽ പണമായും അവശ്യ വസ്തുക്കളായും മരുന്നായും ഭക്ഷണമായും അമൃതാനന്ദമയി മഠം ഇടപെട്ടത്. അതൊരു കണക്കാണ്. ഇനി നോക്കൂ, നമ്മുടെ കൊച്ചിയിൽ അമൃതാനന്ദമയിക്ക് ഒരു ആശുപത്രിയുണ്ട്, 1100 കിടക്കളുണ്ട്. കൊച്ചിയിൽ നിന്ന് 2500 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹരിയാനയിലെ ഫരീദാബാദിലെത്തും. അവിടെ അമ്മ ഒരു പുതിയ ആശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ട്. 3.68 മില്യൺ ഫീറ്റ് വിസ്തൃതിയുള്ള ആശുപത്രി, 2600 കിടക്കുകളുള്ള ആശുപത്രി. അമ്മ ഇങ്ങനെ ആശുപത്രിയൊക്കെ ഉണ്ടാക്കുന്നു, അത് കാശുണ്ടാക്കാനല്ലേ? സ്വാഭാവികമായി ചെയ്യാറുള്ളത്. പിന്നെ അവർ വലിയ ആശുപത്രിയൊക്കെ ഉണ്ടാക്കുന്നു, ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, എല്ലാം കച്ചവടമാണ്, കഴുത്തറപ്പം കച്ചവടമാണ്. അമ്മ ഇതൊക്കെ ഈ ആധ്യാത്മിക പരിവേഷമൊക്കെ വെറുതെയാണ്. കച്ചവടമാണ് അമ്മയുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. മനുഷ്യ, സൗജന്യ മെഡിക്കൽ കെയർ, ഹാർട്ട് ബ്രെയിൻ സർജറി, അമൃതാനന്ദമയി മഠം ഇതുവരെ 4 മില്യൺ ആളുകൾക്കാണ് നൽകിയത്. 4 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 40 ലക്ഷം പേർക്ക്. 40 ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ, ഹൃദയ ശസ്ത്രക്രിയ, തലച്ചോർ ശസ്ത്രക്രിയ ചെയ്തു കൊടുത്ത്. ലോകത്ത് വേറെ ഏതൊരു ഏജൻസി പറയാമോ നിങ്ങൾക്ക്? എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ പറയുന്നത് കച്ചവടമാണ്, കാശുള്ളവൻ്റെ ഒന്നും പൈസ വാങ്ങുന്നേ. എന്നിട്ട് ആ പൈസ എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? സ്വിസ് ബാങ്കിലെ അക്കൗണ്ടിൽ ഇടുകയല്ല. നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെമ്പാടുമുള്ള ദുരന്ത മേഖലകളിൽ സഹായമായിട്ട് ആ പണം പോയിട്ടുണ്ട്. 40 ലക്ഷം ആളുകൾക്ക് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത ദരിദ്രരായ ജനങ്ങൾക്ക് സഹായമായി സർജറികളായിട്ട്. ഹൃദയത്തിനും തലച്ചോറിനൊരു അസുഖം വന്ന സാധാരണ ഒരു മനുഷ്യന് എത്ര പൈസ വേണം സിനു? 40 ലക്ഷം ആളുകൾക്കാണ് അമൃതാനന്ദമയി മഠത്തിൻ്റെ ഈ ആശുപത്രികൾ, ഫരീദാബാദിലും കൊച്ചിയിലുള്ള ആശുപത്രികൾ ആശ്രയമായി മാറിയത്. ലോകത്ത് ഏത് സർക്കാരിന് പറ്റും 40 ലക്ഷം ആളുകൾക്ക് സൗജന്യമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇത്രയും വലിയ സർജറികൾ ഉൾപ്പെടെ ചെയ്തു കൊടുക്കാൻ? ലോകത്തിൽ ഏത് സർക്കാരിന് പറ്റും? ഇനിയോ തീർന്നില്ല, നമുക്ക് നോക്കാം. വിധവകളില്ലേ, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിക്കാനൊരു മാർഗവുമില്ല. ചിലരൊക്കെ വഴിതെറ്റി മറ്റു മാർഗങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൻഷൻ പദ്ധതിയുണ്ട്. എത്ര പേർക്ക് പെൻഷൻ കൊടുക്കുന്നറിയോ? 1 ലക്ഷം പേർക്ക്. 1 ലക്ഷം പേർക്ക് അമൃതാനന്ദമയി മഠം വിധവാ പെൻഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ കൊടുക്കുന്നത് എത്രയാണ്? 1200 രൂപ അല്ലേ? അതെന്തെല്ലാം കടമ്പകളാണ്. 1 ലക്ഷം പേർക്ക് കേരള സർക്കാർ പോലും കൊടുക്കുന്നുണ്ടോ എനിക്ക് സംശയം. 1 ലക്ഷം പേർക്ക് വിധവാ പെൻഷൻ കേരളത്തിൽ കൊടുക്കുന്നുണ്ടോ? എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ അമൃതാനന്ദമയി മഠം എന്ന് പറയുന്ന ഒരു സന്യാസ സഭ 1 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി 10 മില്യൺ ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഒരു സർക്കാരിന് പറ്റുമോ? ഒരു സർക്കാർ ഏജൻസിക്ക് പറ്റുമോ? 10 മില്യൺ ആളുകൾക്ക്. ഇനി തീർന്നിട്ടില്ല. മഠം ചെയ്തൊരു കാര്യമുണ്ട്. 47,000 വീടുകൾ വെച്ച് കൊടുത്തു. ഇത് മഠം ഒരിക്കലും പറയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അമ്മയുടെ രഹസ്യങ്ങൾ പറയുന്നത്. 47,000 വീടുകൾ വെച്ച് കൊടുത്ത്, സ്ഥലം വാങ്ങി വീട് വെച്ച് ആളുകൾക്ക് താക്കോൽ അങ്ങോട്ട് കൊടുത്തു, കയറി താമസിച്ചു എന്ന് പറഞ്ഞു. 47,000 വീടുകൾ. ലക്ഷ്യം 1 ലക്ഷം വീടുകളാണ്. അതിൻ്റെ പകുതി എത്തിക്കഴിഞ്ഞു. ഒരു വീടിന് ഒരു 10 ലക്ഷം രൂപ മിനിമം കൂട്ട്. 47,000 വീടുകൾക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ അമൃതാനന്ദമയി മഠം ചെലവഴിച്ചു? ഇനിയോ തീർന്നില്ല. മഠത്തിന് 80-ൽ പരം സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. 4100 ടീച്ചർമാരുണ്ട്, 86,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് കാശ് മേടിക്കാനല്ലേ? അഡ്മിഷൻ മെഡിക്കൽ കോളേജിൽ കാശ് മേടിക്കാനാണ്. കാശ് മേടിക്കുന്നുണ്ടാവുന്നേ, പണമുള്ളവരുടെ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്. പക്ഷേ 50,000 വിദ്യാർത്ഥികൾക്ക്, 86,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 50,000 വിദ്യാർത്ഥികൾക്ക് അമൃതാനന്ദമയി മഠത്തിൻ്റെ സ്കോളർഷിപ്പുണ്ട്. പഠിക്കാനുള്ള
ധനസഹായം. എവിടുന്നാണ് സാർ കാശ്? അപ്പോൾ നിങ്ങൾ അമൃതാനന്ദമയി മഠത്തിൻ്റെ കോളേജിൽ, മെഡിക്കൽ കോളേജിൽ അഡ്മിഷന് കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ 86,000 കുട്ടികൾ പഠിക്കുന്നതിൽ 50,000 പേരും സ്കോളർഷിപ്പോടെ പഠിക്കുന്നത്. എവിടുന്നാണ് കാശ്? ആ കാശ് ഇങ്ങോട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. കാശുള്ളതിൻ്റെ മേടിച്ചില്ലാത്തതിനെ പഠിപ്പിക്കുന്നു. അതെ, അങ്ങനെയല്ലേ വേണ്ടത്? അല്ല, പോയി കാശുകാരൻ്റെ മക്കളെയും ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം? വേണ്ടല്ലോ. ശേഷിയുള്ളവൻ്റെ ഇത് വാങ്ങുന്നു, ശേഷിയില്ലാത്തവനെ മഠം പഠിപ്പിക്കുന്നു. അതല്ലേ സർക്കാരും അങ്ങനെയല്ലേ ചെയ്തത്? ക്രോസ് സബ്സിഡി എന്ന് പറയും. സെൽഫ് ഫിനാൻസിങ്ങിൽ ചെയ്യുന്ന എന്താ? ക്രോസ് സബ്സിഡി ചെയ്യാന്നല്ലേ പറഞ്ഞേ? അതെ. സർക്കാർ മെറിറ്റ് സീറ്റുകളിൽ കൂടുതൽ മറ്റവരുടെ കൂടുതൽ ഫീസ് വാങ്ങിച്ചിട്ട് സൗജന്യമായി പഠിക്കുന്നവരെ പഠിപ്പിക്കാമെന്നല്ലേ സർക്കാർ പറഞ്ഞത്? ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അമൃതാനന്ദമയി മഠമെന്ന് അമൃതാനന്ദമയി മഠം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന ആൾ ദൈവം എന്നൊക്കെ വിളിക്കുന്ന ഈ അമ്മ ഉള്ളതുകൊണ്ട്, അമ്മ എന്ന് പറയുന്ന ഒരാളൊറ്റ ഒരു ഫോക്കൽ പോയിന്റിലേക്കാണ് ഈ പണം വരുന്നത് അല്ലേ? അതെ. ഇപ്പോൾ പണ്ട് സത്യസായി ബാബയെക്കുറിച്ച് പറയുകയാണ്. പുട്ടപ്പർത്തിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട് അല്ലേ? അതെ. അവിടെ ചെന്നാൽ, അവിടുത്തെ ആശുപത്രിയിൽ നിങ്ങൾ ചെന്നാൽ, നിങ്ങൾക്ക് എന്നോടൊരാൾ പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടി നിങ്ങളെ എടുത്താൽ നിങ്ങളുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർ ഉണ്ടല്ലോ, ബൈസ്റ്റാൻഡർ സ്ത്രീയാണെങ്കിൽ അവരുടെ നെറ്റിയിൽ തൊടാനുള്ള പൊട്ടുവരെ, ബിന്ദി വരെ അവിടെ നിന്ന് സൗജന്യമാണ്. അപ്പോൾ നിങ്ങൾ പറയും അമൃതാനന്ദമയി അമ്മയെക്കുറിച്ച് ഇന്ന് പറഞ്ഞതുപോലെ അന്ന് പറയുക സത്യസായി ബാബ മാജിക്കുകാരനാണ്, തട്ടിപ്പുകാരനാണ്. അവിടെ സർവകലാശാലയുണ്ട്, സത്യസായി യൂണിവേഴ്സിറ്റി അല്ലേ? അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക്, കരിയറിലേക്ക് അവരെ പുറത്തിറക്കുക. ഡോക്ടർമാരായും എഞ്ചിനീയർമാർ, ഒരു നയാ പൈസ വാങ്ങാതെ. ബാബ ഉണ്ടായിരുന്നപ്പോഴും ബാബ ഇല്ലായിരുന്നപ്പോഴും. ബാബയ്ക്ക് ചില ആളുകൾ ആഭരണം ഒരുക്കി കൊടുക്കുമായിരുന്നു. ആഭരണം എടുത്ത് ബാബ കയ്യിൽ വിളിക്കും. ബാബ കയ്യിൽ സ്വീകരിച്ചിട്ട് അത് ലേലത്തിന് വെക്കും. 1 പവൻ്റെ ചിലപ്പോൾ 100 പവൻ്റെ വിലയ്ക്കാണ് പോകുന്നത്. ആ പൈസ എന്ത് ചെയ്യും? അത് ഈ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ബാബ ഉണ്ടായിരുന്നപ്പോൾ ബാബയായിരുന്നു ഫോക്കസ്. ബാബയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകളുടെ സംഭാവനകൾ വരുന്നത് ഡിവൈഡ് ചെയ്ത് അർഹരായ ആളുകൾക്ക് കൊടുക്കുമായിരുന്നു ബാബ. ബാബയ്ക്ക് ശേഷവും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ബാബ അദൃശ്യ സാന്നിധ്യമായി അവിടെ നിൽക്കുന്ന പോലെ. അതുപോലെ മാതാമൃതാനന്ദമായി ഇത്രയും കാര്യങ്ങൾ ചെയ്യും. ഞാൻ വെല്ലുവിളിക്കുക, കേരളത്തിലെ ഏത് മതസംഘടന, വേറെ ഏത് ചാരിറ്റി സംഘടന ഇത്രയും കാര്യങ്ങൾ ജാതി, മത, സംസ്ഥാന, രാജ്യഭേദങ്ങൾ കൂടാതെ ചെയ്യുന്നുണ്ട്? അമൃതാനന്ദമയി വേണം പോലെ ഇവിടെ ഒരുപാട് സംഘടനകൾ ഒരുപാട് പണം ഹവാലയായിട്ടും കള്ളപ്പണമായിട്ടും റിയൽ എസ്റ്റേറ്റായിട്ടും വിദേശ സംഭാവനകളായിട്ടും മതം വളർത്താനും ഇവാഞ്ചലൈസ് ചെയ്യാനും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അവരൊക്കെ ഇതിൻ്റെ 10 ചെയ്യുന്നുണ്ടോ? എന്നിട്ട് ഇവർ മാറി ഇരുന്ന് അമ്മയെ കുറ്റം പറയും. കാരണം ഇവരുടെയൊക്കെ ബിഷപ്പുമാരൊക്കെ ചില ആളുകൾ വന്നിട്ടുണ്ടല്ലോ. റോബിനച്ചനെ നമുക്കറിയാം, ഒരുപാട് ബിഷപ്പുമാരെ അറിയാം, ഞാൻ പേരൊന്നും പറയുന്നില്ല. കന്യാസ്ത്രീകളുടെ കഥ അറിയാം. ഇവരൊക്കെയാണ് എന്നിട്ട് പറയുന്ന ഇവരൊക്കെ എന്നിട്ട് ഇതെന്നറിയോ, അമൃതാനന്ദമയി മഠത്തിനെ കുറ്റം പറയും. എന്താ അവിടെ കുഴപ്പം? അവിടെ കുഴപ്പമുണ്ട് എന്നറിയോ? അമ്മ ഇങ്ങനെ ഇടപെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിലുള്ള പാവങ്ങളായ ഹിന്ദുക്കളെ ഇവാഞ്ചലൈസ് ചെയ്ത് നിങ്ങളുടെ മതത്തിലേക്ക് കൂട്ടാൻ പറ്റുന്നില്ല. കേരളത്തിലെ തീരമേഖലയിൽ അമ്മയുടെ പ്രവർത്തനം കൊണ്ട് ഈ പറഞ്ഞതുപോലെ മതപരിവർത്തനം നടക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഞങ്ങൾക്ക് മതം മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അത് തടസ്സമായി നിൽക്കുന്നവരെല്ലാം ഞങ്ങൾ ആക്രമിക്കും. പിന്നെ ബൊട്ടാസിനെ പോലുള്ളവരുടെ പ്രശ്നം എന്താ? അമ്മയുടെ വേരുകൾ ആഴ്ത്തിയിരിക്കുന്നത് സനാതനധർമ്മത്തിലാണ്. സനാതനധർമ്മം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ പറയുന്ന പോലെ റാഡിക്കേറ്റ് ചെയ്തതാണ്. ഇവിടെ അത് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ്, സനാതനധർമ്മത്തിനെ പിന്തുണയ്ക്കുന്നവരെ ഉന്മൂലനം ചെയ്യണം. പക്ഷേ ഇവരൊക്കെ ഈ പ്രകാശത്തിന് നേരെ, കത്തുന്ന നിലവിളക്കിന് നേരെ പറന്നു വരുന്ന ഈയാമ്പറ്റകളെ പോലെയാണ് ഈ വിമർശകർ. ആ വെളിച്ചത്തിനടുത്തെത്തി ഇവർ ചിറക് കരിഞ്ഞ് താഴെ വീഴത്തേയുള്ളൂ. അമ്മ വെളിച്ചമാണ്. ലോകത്തുള്ള കോടാനുകോടി ആളുകളുടെ ആത്മീയ ഗുരുവാണ് അമ്മ. അമ്മ വെളിച്ചമാണ്, ചൈതന്യമാണ്, പ്രതീക്ഷയാണ്. കാരണം അമ്മയിൽ പ്രതീക്ഷിച്ച, അമ്മ വന്നിട്ട് ഒന്ന് ചേർത്ത് നിർത്തി മോളെ എന്നൊന്ന് വിളിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ, അവരുടെ സന്തോഷം എന്താണെന്നറിയാമോ? അതൊന്നും ഈ വിമർശകർക്കറിയില്ല. അമ്മ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അമ്മ ഭാരതത്തിൻ്റെ പ്രത്യാശയാണ്. ഭാരതത്തിൻ്റെ പുതിയ മുഖമാണ് അമൃതാനന്ദമയി അമ്മ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേർന്ന് നമുക്ക് ധന്യരാവാം. സിനു, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.